അത് ഒരാൾ 10 വയസ്സല്ലാണ്, ഒരാൾ 7 നിങ്ങൾ പോരുമ്പോൾ. അപ്പം നിങ്ങൾക്ക് ഭാര്യയും കുട്ടികളുണ്ടായിരുന്നു. 10 വയസ്സായ മോനും. വീട് വിട്ടിട്ട് എത്ര നാളായി? കുറേ കാലമായി. അപ്പം ഭാര്യയും കുട്ടികളൊക്കെ ഉള്ള ഒരു മനുഷ്യനാണ്. വന്നിട്ടില്ല. അല്ല, അപ്പോൾ ഭാര്യയും കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അതിൻ്റെ ഓർമ്മകളൊക്കെ ഉണ്ടോ മനസ്സിൽ? ഒരു പ്രാവശ്യം വിട്ടുപോയെന്ന് പറഞ്ഞാൽ അതിന് ഓർമ്മ എന്ത് ഓർമ്മ അല്ലേ? ഇനി അത് ഓർത്തിട്ട് എന്ത് കാര്യം അല്ലേ? നിങ്ങളിനി ഭാര്യനെയും കുട്ടികളെയും കാണാൻ ആഗ്രഹിക്കണ്ട? ആഗ്രഹിക്കുന്നില്ല. നിങ്ങൾ ചെറുപ്പത്തിൽ എന്ത് ജോലി ചെയ്താൽ ജീവിച്ചിരുന്നേ? അപ്പോൾ ചെറിയ പണികളൊക്കെയാണ് ചെയ്താണ് നിങ്ങൾ ജീവിച്ചിരുന്നത്. കാച്ചേരിയിലാണ് നിങ്ങളുടെ വീട്. നിങ്ങൾക്ക് കാച്ചേരി കുന്നംകുളം കുന്നംകുളം കാച്ചേരിയിലാണ് നിങ്ങൾ ജനിച്ചു വളർന്നത്. അവിടെ നിന്ന് ഇപ്പോൾ വന്നിട്ട് ഇപ്പോൾ എത്ര വർഷമായി? കുറേ വർഷങ്ങളായി. നിങ്ങൾക്ക് സ്വന്തം ഫോണുണ്ടോ? ഫോണില്ല. നിങ്ങളുടെ കയ്യിൽ ആധാർ കാർഡ് ഉണ്ടോ? ആധാർ കാർഡ് എവിടെ പോയെന്ന് അറിയില്ല. നിങ്ങൾക്ക് ബാങ്ക് അക്കൗണ്ട് ഉണ്ടോ? ഇല്ല. നിങ്ങൾക്ക് ഇംഗ്ലീഷ് വായിക്കാൻ അറിയോ? നിങ്ങൾ എത്ര പഠിച്ചിട്ടുണ്ട്? പഠിച്ചിട്ടില്ല. മലയാളം വായിക്കാൻ അറിയോ? അറിയില്ല. അപ്പം മലയാളമോ ഇംഗ്ലീഷോ നിങ്ങൾക്ക് വായിക്കാൻ അറിയില്ല, നിങ്ങൾ പഠിച്ചിട്ടില്ല. പഠിക്കാൻ എന്താ അന്ന് അതിനുള്ള കഴിവ് നിങ്ങളുടെ വീട്ടിലുണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നില്ല. സഹോദരങ്ങൾ ആരെങ്കിലും ഉണ്ടോ? ആരുമില്ല. നിങ്ങൾക്ക് ബന്ധുക്കളെന്നോ സ്വന്തമെന്നോ? ചേച്ചിമാരുണ്ട്. അച്ഛനും അമ്മയുണ്ടോ? അച്ഛൻ മരിച്ചുപോയ അമ്മയുണ്ട്. അമ്മ എവിടെ താമസിക്കുന്നത്? ഈ കാച്ചേരിയിൽ, കുന്നംകുളം അടുത്തുള്ള കാച്ചേരിയിൽ താമസിക്കുന്നുണ്ട്. നിങ്ങൾ അമ്മേനെ അവസാനം കണ്ടിട്ട് എത്ര കാലമായി? ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട് സാർ. ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. വല്ല പൈസ അമ്മയ്ക്ക് കൊടുക്കാറുണ്ടോ? അമ്മയ്ക്ക് വീടുണ്ടോ? ചെറിയ വീടാണ്, സ്വന്തം വീടാണോ? എത്ര സെൻറ്റ് സ്ഥലമുണ്ട്? കനാലടുത്ത് വീടുണ്ട്, സ്വന്തം സ്ഥലമാണ്. എത്ര സെൻറ്റ്? 3 സെൻറ്റ് ഉണ്ടാവും അല്ലേ? അപ്പോൾ നിങ്ങൾക്ക് സഹോദരിമാരുടെ കൂടെ ജീവിച്ചുകൂടെ? അതൊക്കെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്, അതൊക്കെ വരില്ല. അത് ശരി. അവരൊക്കെ ഭർത്താക്കന്മാരുടെ വീട്ടിലാണ്. അവരെ കാണാൻ പോകാറുണ്ടോ? പോവില്ല. അവസ്ഥ എങ്ങനെ ആയിപ്പോയ കണ്ടിട്ട് ഈ അവസ്ഥയായ കാരണം കൊണ്ട് അവരെ കണ്ടിട്ട് എന്താ കാര്യം അല്ലേ? അളിയന്മാർ കുടിക്കാരാണ്. അത് ശരി. അളിയന്മാരൊക്കെ കുടിക്കുന്നവരാണ്. ഈ പെങ്ങന്മാർ എന്താ ജോലി ചെയ്യുന്നത്? അത് വീടുകളിൽ പോവും, പാത്രമൊക്കെ കഴുകാൻ. അത് ശരി. വീട്ടിൽ മുതലാളിമാർ സാർമാരുടെ വീട്ടിൽ. അത് ശരി. അപ്പോൾ പൈസ കിട്ടും, അരി കിട്ടും. അത് ശരി. നിങ്ങൾക്ക് ഏതെങ്കിലും അനാഥശാലയിൽ താമസിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? ഇല്ല. ഇല്ല. നിങ്ങളിപ്പോൾ കുളിച്ചിട്ട് എത്ര ദിവസമായി ഉണ്ടാവും? മെഡിക്കൽ കോളേജിൽ പോയാൽ കുളിപ്പിക്കും. അവർ കുളിപ്പിക്കും? അത് ശരി. വേറെ ഡ്രസ്സൊക്കെ കിട്ടും.
അപ്പോൾ ഇയാളുടെ കുറച്ചുകൂടെ വിശേഷങ്ങൾ നമ്മൾ അറിഞ്ഞു. ഇയാൾക്ക് സത്യത്തിൽ ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്. അവരൊന്നും ഇപ്പോൾ ഒരു ബന്ധവുമില്ല, അത്ര അവസ്ഥയിലാണ്. ഇയാൾക്ക് 2 പെങ്ങന്മാരുണ്ട്, ജീവിച്ചിരിപ്പുണ്ട്. അവരൊക്കെ വീട്ടുജോലി ചെയ്ത് ജീവിക്കുന്നു. അവരുടെ ഭർത്താക്കന്മാരുമായി അവർ ജീവിക്കുന്നു. ഭർത്താക്കന്മാരൊക്കെ കുടിയന്മാരാണെന്നാണ് ഇയാൾ പറയുന്നത്. അമ്മയുണ്ട്. കേച്ചേരിയിൽ അമ്മയ്ക്ക് പുറമ്പോക്കിലോ മറ്റോ ചെറിയൊരു കുടിലുണ്ട്. ഇതൊക്കെയാണ് ഇപ്പോൾ പറയുന്ന വിശേഷങ്ങൾ. ഇനി നമുക്ക് ഡോക്ടറെ കാണാൻ ഇരിപ്പാണ്. ഡോക്ടർ എത്തിയിട്ടില്ല. 9 മണിക്ക് എത്തുമെന്നാണ് പറഞ്ഞത്. 9 മണിയാകാൻ ഇനിയും സമയം കുറച്ചുണ്ട്.